നമ്മൾ ഒരു വില്ലേജിലൂടെ പോവുകയാണ്. ജപ്പാനിലെ ഗുൺമാക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വില്ലേജിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയാണ്. ഇവിടെ നമ്മളെ ഫ്രണ്ട് ജപ്പാനിൽ സ്ഥിരതാമസമുള്ള അസർബായ് ഉണ്ട്. അസർബായാണ് നമ്മളെ ഫുള്ള് ടേക്ക് കെയർ ചെയ്യുന്നത്. അസർബായ് തൈക്കടപ്രക്കാരനാണ്. ഒരുപാട് വർഷം ഇവിടെ ഒരു അറിയപ്പെട്ടൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് അനീസ് ഇവിടെ ഇപ്പം ഏകദേശം 3 വർഷത്തോളമായി സെറ്റിൽഡാണ്, ഹാപ്പിയാണ്. അപ്പോൾ അവരാണ് എന്നെ അസർബായിട്ട് പരിചയപ്പെടുന്നത്. അസറിൻ്റെ ഉമ്മാരെ നാട്ടുകാരാണെങ്കിലും അനീസ് ത്രൂ ആണ് ഞാൻ പരിചയപ്പെടുന്നത്. ആ പരിചയം വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ നിന്ന് നല്ലൊരു സ്ട്രോങ് റിലേഷനിലേക്ക് പോയി. തീർച്ചയായും ബന്ധങ്ങളാണല്ലോ വലുത്. ബന്ധങ്ങളാണ് എപ്പോഴും നമ്മൾ നിലനിർത്താൻ ശ്രമിക്കേണ്ടതും. ബന്ധങ്ങളാണ് എപ്പോഴും. നമ്മളിപ്പോൾ ഇനി നാളെ ദുബൈയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വിളിക്കേണ്ടത് ചിലപ്പോൾ ബഷീർ ഖാനായിരിക്കും. ഓക്കെ, അപ്പോൾ ബന്ധങ്ങളെപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്, നശിപ്പിക്കാതിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ഉള്ളത് ഗുൺമാക്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നോത്താം, ജപ്പാനിലുള്ളൊരു സ്ഥലം, ഒരു വില്ലേജ്, ഒരു ടൈപ്പ് ഓഫ് സ്ഥലമാണിത്. പാടശേഖരവും അതുപോലെ ഒരുപാട് കൃഷി കാര്യങ്ങളിലുള്ള നല്ലൊരു സ്ഥലം എല്ലാം കൊണ്ട്. ഇപ്പോൾ ദുബായ്, ഇപ്പോൾ എമിറേറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ അലൈൻ എങ്ങനെയാണോ ക്ലീൻ ആൻഡ് ഗ്രീൻ ആൻഡ് സൈലന്റ് എന്ന് പറയുന്നത് പോലെ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലേസാണ് ഈ ഗുൺമാക്കൻ നോത്ത എന്ന് പറയുന്ന സ്ഥലം. ആൻഡ് ക്ലീൻ സിറ്റി എന്ന് പിന്നെ ജപ്പാൻ മൊത്തം ഒരു ക്ലീൻ സിറ്റിയാണ്. ഏകദേശം നല്ലൊരു, എവിടെ പോയാലും ക്ലീൻ ആണ്. നിങ്ങളെങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ജപ്പാനിൽ വരുന്നത്? അത് പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 14 മുതൽ 21 വരെ ഇവിടെ ഉണ്ടായിരുന്നു, 5 ദിവസം. അപ്പോഴും നമ്മൾ അനീസ് തന്നെയായിരുന്നു ഉണ്ടായത്. അന്ന് അസർ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് ഫാമിലിയിലായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പം അലൈൻ പോലെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനേക്കാളും ബെറ്ററായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ ക്ലീൻനെസ്സും ആൾക്കാരെ ഡിസിപ്ലൈൻ, റോഡിലെ ഡിസിപ്ലൈൻ, മെട്രോയിലെ ഡിസിപ്ലൈൻ, ഒരു മോളിൽ പോയാലും ഡിസിപ്ലൈൻ, അതൊക്കെ വളരെ വ്യത്യാസം. ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എബോ ദ ഗ്രൗണ്ട് ആണ് അല്ലെ, ഗ്രൗണ്ടിന്റെ മുകളിലാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ക്ലീൻ കാണുന്നുണ്ടല്ലോ, പക്ഷെ ഒരു പോസ്റ്റിന് പോലും വേസ്റ്റ് ബിൻ ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല വേസ്റ്റ്. അത് ജപ്പാനിൽ ഞാൻ കണ്ടൊരു വലിയൊരു സംഭവമാണ്. വേസ്റ്റ് ബിൻ ഇല്ല. നമ്മളെ വേസ്റ്റ് നമ്മളെ കയ്യിൽ ക്യാരി ചെയ്യുക, നമ്മൾ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകാം. വേറെ നമ്മൾ പബ്ലിക് വേസ്റ്റ് ഒന്നും പരിപാടി ഇല്ല. ബിഗ് സിറ്റിയിൽ പോലും അത് കാണാൻ പറ്റൂല.